നമസ്കാരം. ഹരിയാനയിലും ജമ്മു കാശ്മീരിലും ഒരു തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, നമുക്കറിയാം. അത് ജമ്മു കാശ്മീരിൽ സെപ്റ്റംബർ മാസം, അതായത് ഈ മാസം 18-ാം തീയതിയും 24-ാം തീയതിയും അടുത്ത മാസം 1-ാം തീയതിയും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഹരിയാനയിൽ 5-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. 8-ാം തീയതി ഇതിൻ്റെ രണ്ടിൻ്റെയും വോട്ടെണ്ണൽ നടക്കുകയും ചെയ്യും. പക്ഷേ ഇരിക്കപ്പുറതിയില്ലാത്തത് ബി ജെ പിക്കാണ് എന്ന് പറയേണ്ടി വരും. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളും ഇപ്പോൾ നടക്കുമ്പോൾ വളരെയധികം ആശങ്കയോടുകൂടി സമീപിക്കാനേ കഴിയുന്നുള്ളൂ. കാര്യം, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എല്ലാം കഴിഞ്ഞു. സർക്കാർ രൂപീകരണത്തിനായി എത്തിയപ്പോഴാണ് അബദ്ധം മനസ്സിലാവുന്നത്. തങ്ങൾക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ പറ്റിയ സാഹചര്യമല്ല ഇപ്പോൾ ഇവിടെയുള്ളത് എന്ന് മനസ്സിലായത്. അതോടുകൂടി പിന്നീട് പലരെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു സഖ്യകക്ഷി മന്ത്രിസഭ എന്ന് പറയുന്ന പോലെ ഒരവസ്ഥയിലാണ് കേന്ദ്ര സർക്കാർ ഉള്ളത്. കേവല ഭൂരിപക്ഷം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അന്യമാണ്. ഇനി ആ ഏക പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഭരണം പിടിക്കുക എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ ഭരണം പിടിച്ചു കഴിഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ ആ ഒരു ഭരണം നിലനിർത്തിയെങ്കിൽ മാത്രമേ ബി ജെ പിക്ക് ഇനിയും വരും കാലങ്ങളിൽ ഉത്തരേന്ത്യയിൽ ഒരു വേരോട്ടം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. കാര്യം, എല്ലായിടത്തും കോൺഗ്രസ് പാർട്ടിയുടെ ശക്തമായ ഒരു അടിത്തറ പലയിടത്തും വീണു തുടങ്ങിയിരിക്കുന്നു. കോൺഗ്രസ് പാർട്ടി വലിയൊരു തിരിച്ചുവരവിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു തിരിച്ചുവരവിലേക്കുള്ള നീക്കം ഏറെക്കുറെ വളരെ ബുദ്ധിപരമായി തന്നെ, ബൗദ്ധികമായി തന്നെ മുന്നേറ്റം കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ട എല്ലാ കരുനീക്കങ്ങളും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. അതോടൊപ്പം തന്നെ ആശങ്ക ഉയർത്തുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, ഇനി ജമ്മു കാശ്മീരിൻ്റെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ജമ്മു കാശ്മീർ ഏകദേശം 2018 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ PDPയുമായി ചേർന്ന് ബി ജെ പി ഭരിക്കുകയായിരുന്നു. തുടർന്ന് ആ മന്ത്രിസഭയുടെ കാലാവധി അവസാനിച്ചതോടുകൂടി ബി ജെ പി സ്വന്തം കയ്യിൽ ജമ്മു കാശ്മീരിനെ നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി നടത്തിയ ശ്രമങ്ങൾ നമുക്കറിയാം. കേന്ദ്ര ഭരണ പ്രദേശമാക്കി നിലനിർത്തിയിരിക്കുകയാണ് എന്ന് നമുക്കറിയാം. അങ്ങനെ വരുമ്പോൾ അത് നമ്മളുടെ കയ്യിൽ തന്നെ നിലനിൽക്കണം, അത് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവണം, കേന്ദ്രത്തിൻ്റെ പിടിപാടോടുകൂടി തന്നെ ജമ്മു കാശ്മീർ നിലനിൽക്കണം എന്നൊരാഗ്രഹത്തിൻ്റെ പുറത്ത് തന്നെയാണ് ഈ ഒരു നീക്കം ഈ ബി ജെ പി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്നാൽ അവർക്ക് പ്രയോജനകരമായി എന്തെങ്കിലും ചെയ്തു എന്ന് ചോദിച്ചാൽ ഇല്ല. അവരെ ഇപ്പോഴും ആ പറയുന്ന ആശങ്കയുടെ മുൾമുനയിൽ തന്നെ നിർത്തുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ കാരണം അവിടെ തീർച്ചയായിട്ടും ഒരു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് ആശങ്ക ഉയർത്തുന്ന ഒരു വിഷയം തന്നെയാണ്. ജമ്മു കാശ്മീരിനോട് ചില ചതികൾ ചെയ്തിട്ടുണ്ട്. അത് അറിഞ്ഞും അറിയാതെയും ചില ചതികളിലേക്ക് കൊണ്ട് പെടുത്തിയിട്ടുണ്ട് ജമ്മു കാശ്മീരിനെ. അതായത്, ജമ്മു കാശ്മീരിൽ ഇനിയിപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു എത്രയും പെട്ടെന്ന് നിങ്ങൾ അവിടെ തെരഞ്ഞെടുപ്പ് നടത്തി നഷ്ടപ്പെട്ടു പോയ സംസ്ഥാന പദവി ജമ്മു കാശ്മീരിന് തിരിച്ചു കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ സുപ്രീം കോടതി ഇടപെട്ടൊരു കാലാവധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ കാലാവധി തീരും മുമ്പാണ് ഈ പറയുന്ന തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ബി ജെ പി പ്ലാൻ ചെയ്യുന്നതും. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഇനി ഈ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് അവിടെ ഒരു സർക്കാർ രൂപീകരിക്കപ്പെടുകയാണ്. ഇനിയും നമുക്ക് നോക്കാം ജമ്മു കാശ്മീരിന് വേണ്ടിയിട്ടുള്ള ചതികൾ, ജമ്മു കാശ്മീരിനെ പെടുത്തിയിട്ടുള്ള ചതികൾ. അതായത്, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ജമ്മു കാശ്മീർ ഒരു സംസ്ഥാനമായി അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ശരി, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതിന് ലഫ്റ്റനന്റ് ഗവർണർ ആയിരിക്കും എന്നുള്ള തരത്തിൽ ഒരു നിയമ ഭേദഗതി കേന്ദ്ര സർക്കാർ വരുത്തിയിട്ടുണ്ട്. ഈ ലഫ്റ്റനന്റ് ഗവർണറിൻ്റെ അണ്ടറിൽ വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് IPS IAS ഉദ്യോഗസ്ഥരെ ഭരിക്കുന്നത് ഈ ലഫ്റ്റനന്റ് ഗവർണറുടെ നേതൃത്വത്തിലായിരിക്കും. മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അവിടുത്തെ ഈ പറയുന്ന അവിടുത്തെ ജയിൽ സംവിധാനത്തെ നിരീക്ഷിക്കുന്ന ഇവരായിരിക്കും. അവിടുത്തെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് ഇവരുടെ കയ്യിൽ തന്നെ ആയിരിക്കും. അവിടുത്തെ ഈ പറയുന്ന പോലെ ആൻറ്റി കറപ്ഷൻ ബ്യൂറോ, ആൻറ്റി കറപ്ഷൻ സെല്ലുകൾ ഇവരുടേത്, അതായത് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ലഫ്റ്റനന്റ് ഗവർണർ ആയിരിക്കും നിയന്ത്രിക്കുക. ഇങ്ങനെ തുടങ്ങി പ്രധാനപ്പെട്ട എല്ലാ മേഖലകളും, ലോ ആൻഡ് ഓർഡർ അടക്കമുള്ള, അവിടുത്തെ ഭരണ നിർവഹണം അടക്കമുള്ള എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കാനുള്ള അധികാരം ഈ ലഫ്റ്റനന്റ് ഗവർണറായി നിയമിക്കപ്പെടുന്ന ആളിൽ നിക്ഷിപ്തമായിരിക്കും. അതായത്, ഫലത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, അവിടെ ഒരു പാവ സർക്കാരിനെ കൊണ്ടുവരുന്നു. ആ പാവ സർക്കാർ വന്നു കഴിഞ്ഞാൽ തന്നെയും ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കുന്നത് ലഫ്റ്റനന്റ് ഗവർണർ വഴി കേന്ദ്രം നേരിട്ടായിരിക്കും. അതായത്, സംസ്ഥാന സർക്കാർ എന്ന് പറയുന്ന ഒരു പദവി അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ അതിനെ സംസ്ഥാന പദവി കൊടുക്കാതെ, അല്ലെങ്കിൽ നിയമപരമായി കിട്ടേണ്ട സംസ്ഥാന പദവി നൽകാതെ കേന്ദ്രം നേരിട്ട് അവിടുത്തെ ഭരണത്തിൽ ഇടപെടുന്നു എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത്, കേന്ദ്രം നടത്തുന്ന എന്തൊക്കെ പോളിസികളുണ്ടോ, എന്തൊക്കെ നയങ്ങളുണ്ടോ, ആ നയങ്ങളെല്ലാം അനുവർത്തിച്ചു പോരാൻ അവിടുത്തെ ജനങ്ങൾ ബാധ്യസ്ഥരാണ് എന്നർത്ഥം. ഒരു സംഘപരിവാർ അജണ്ടയുള്ള ഒരു ലഫ്റ്റനന്റ് ഗവർണർ ലക്ഷദ്വീപിൽ
ലഫ്റ്റനന്റ് ഗവർണറായിട്ടിരുന്ന സാഹചര്യത്തിൽ നമ്മുടെ ലക്ഷദ്വീപിന് വേണ്ടിയിട്ട് ഇവിടെ നടന്നിട്ടുള്ള കോലാഹലങ്ങളെക്കുറിച്ച് നമുക്കറിയാം. അവിടെ ഈ പറയുന്ന തരത്തിൽ ഒരു ഭരണത്തിന് വേണ്ട യാതൊരു അവിടുത്തെ ജനങ്ങളുടെ അവകാശങ്ങളെ പോലും ഹനിക്കുന്ന തരത്തിലായിരുന്നു ആ ലഫ്റ്റനന്റ് ഗവർണറുടെ നടപടികൾ എന്ന് പറഞ്ഞാൽ, അല്ലേ? ഖോഡ പട്ടേൽ എന്ന് പറയുന്ന ഒരാൾ അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് അയാളുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരിടമാക്കി ലക്ഷദ്വീപിനെ മാറ്റി അവിടുത്തെ ജനങ്ങളുടെ എല്ലാ സ്വാതന്ത്ര്യത്തെയും ഇല്ലായ്മപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയൊരു ചതി അതിനകത്ത് ഒളിഞ്ഞു നിൽപ്പുണ്ട് എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം, അവിടുത്തെ സീറ്റിൻ്റെ നിർണയവുമായി ബന്ധപ്പെട്ടിട്ടും അവിടെ ഒരു വലിയ ചതി ഇവർ നടത്തിയിട്ടുണ്ട്. അതായത് ജമ്മു ആൻഡ് കാശ്മീരിൽ ജമ്മു ആൻഡ് കാശ്മീർ എന്നുള്ളതിനെ മാറ്റി ജമ്മു എന്നും കാശ്മീർ എന്നും നമുക്ക് തിരിക്കാം. അതിൽ ജമ്മുവിൽ 7 സീറ്റിൻ്റെ വർധനവ് നടത്തിയിട്ടുണ്ട്. മൊത്തം ജമ്മു കാശ്മീരിൻ്റെ പോപ്പുലേഷൻ പരിശോധിക്കുമ്പോൾ അവിടെ 43.6% മാത്രമാണ് പോപ്പുലേഷൻ ഉള്ളത്. അവിടെ കൊടുത്തിരിക്കുന്ന 7 സീറ്റിൻ്റെ വർധനവ് ജമ്മുവിൽ വരുത്തിയിട്ടുണ്ട്. എന്നാൽ അടുത്ത് കശ്മീരിലേക്ക് വന്നു കഴിഞ്ഞാൽ കശ്മീരിൻ്റെ പോപ്പുലേഷൻ ഏകദേശം ബാക്കി വരും, ഏകദേശം 56.3% കശ്മീരിൻ്റെ പോപ്പുലേഷൻ. എങ്കിലും അവിടെ വരുത്തിയിരിക്കുന്ന സീറ്റ് വർധനവ് 1 സീറ്റ് മാത്രമാണ്. അങ്ങനെ 90 സീറ്റ് എന്ന് പറയുന്ന ഒരു പുനർമൂല്യനിർണയം അവിടെ BJP സർക്കാർ നടത്തിയിട്ടുണ്ട്. തന്നെയല്ല, അവിടുന്ന് നോമിനേറ്റ് ചെയ്യാൻ കഴിയുന്ന അംഗങ്ങളുടെ എണ്ണത്തിൽ വർധനവ് വരുത്തി അത് 5 ആക്കി ഉയർത്തുകയും ചെയ്തു. അപ്പോൾ ഈ രീതിയിലൊക്കെ അവിടുത്തെ ജനങ്ങളെ ദ്രോഹിക്കുക എന്നുള്ള ഒരു രീതി തന്നെയാണ് BJP പല കാര്യങ്ങളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട ഇവിടെ എന്തുകൊണ്ട് പിന്നെ ഇവിടെ ഒരു വലിയ ഒരു പ്രശ്നം നടക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ BJPക്ക് ഇത്രയും അനുകൂലമായ ഘടകങ്ങളാണെങ്കിൽ പിന്നെ എന്തിനാണ് BJP കാശ്മീരിൻ്റെ വിഷയത്തിൽ ജമ്മു കാശ്മീരിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആശങ്കയിലേക്ക് പോകുന്നത് എന്ന് ചോദിച്ചാൽ അതിനും കാരണമുണ്ട്. അവിടുത്തെ മുതിർന്ന പ്രവർത്തിക്കുന്ന എല്ലാ BJP നേതാക്കന്മാരും ഇപ്പോൾ രാജിവെച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് പറ്റിയ പാളയങ്ങളിലേക്ക് അവർ രാജിവെച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. പ്രധാനപ്പെട്ട കാരണങ്ങൾ അവർ ഉയർത്തുന്ന ഒരു ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുതായി പാർട്ടിയിലേക്ക് വരുന്നത്, നമുക്കറിയാം BJP ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അത്രയും ചെയ്തു വച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ആരെങ്കിലും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് പുതുതായി BJPയിലേക്ക് അംഗത്വം എടുക്കുകയോ അതല്ല ഇനി ചലച്ചിത്ര മേഖലയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മേഖല, ഇപ്പോൾ കങ്കണ റണാവത്തിനെ പോലുള്ളവർ വന്നതും നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ സ്മൃതി ഇറാനിയെ പോലുള്ള ഒരാൾ BJPയിലേക്ക് വന്നത് എങ്ങനെയെന്ന് നമുക്കറിയാം. ഈ പറയുന്ന നിർമ്മലാ സീതാരാമൻ ഇപ്പോൾ മന്ത്രിയായിട്ടിരിക്കുന്നത് എങ്ങനെയെന്ന് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ എന്തിനേറെ നമ്മുടെ നാട്ടിലെ കേരളത്തിൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ സുരേഷ് ഗോപി ഇപ്പോൾ കേന്ദ്രമന്ത്രിയായതിനെക്കുറിച്ച് നമുക്കറിയാം. എന്നിട്ട് സുരേന്ദ്രനെ ഒരു വട്ടം പോലും പരിഗണിച്ചില്ല എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഒരു കേന്ദ്രമന്ത്രി സ്ഥാനത്തിലേക്ക് പരിഗണിച്ചില്ല, ശോഭാ സുരേന്ദ്രനെ പരിഗണിച്ചിട്ടില്ല. അപ്പോൾ പ്രവർത്തിക്കുന്ന ആളുകളെ തഴഞ്ഞുകൊണ്ട് പുതുതായി BJPയിലേക്ക് അംഗത്വം എടുക്കുന്നവർക്ക് വേണ്ട പരിരക്ഷ ഒരുക്കി കൊടുക്കാൻ BJPക്ക് നേതൃത്വം ശ്രമിക്കാറുണ്ട് എല്ലാ കാലത്തും. അവർക്ക് വേണ്ട പൊസിഷൻസ് നൽകുക, അവർക്ക് സീറ്റുകൾ വളരെ വേഗം അവർ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അവർ വിജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകൾ അവർക്ക് നൽകുക തുടങ്ങിയ കലാപരിപാടികൾ BJP നടത്തി വരുന്നുണ്ട്. അപ്പം ഇതിനെ പ്രതിരോധിക്കുക അല്ലെങ്കിൽ ഇതിൽ മനംനൊന്തിട്ടാണ് ഒരു വിഭാഗം BJPയിലെ ശക്തരായ പ്രമുഖരായ നേതാക്കന്മാർ അവിടെ നിന്ന് രാജിവെച്ച് മറ്റു രാഷ്ട്രീയ പാർട്ടിയിലേക്ക്, കൂടുതൽ ഇപ്പോൾ ശക്തമായി കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ആണെന്ന് നമുക്കറിയാം. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് ആ കോൺഗ്രസ് പാർട്ടി വളരെ ശക്തമായൊരു നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് പോകുന്നു. അവിടെയും ഇവർക്ക് സ്ഥാനമാനങ്ങൾ കിട്ടുമ്പോൾ അവർക്ക് പ്രശ്നമില്ല. അതുകൊണ്ട് അവിടെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് വരുന്ന ആളുകൾക്ക് വേണ്ട രീതിയിൽ അവർ ട്രീറ്റ് ചെയ്യാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയും ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ BJP പൊതുവെ അവിടെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി പല മുതിർന്ന നേതാക്കളും അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അപ്പോൾ ഇങ്ങനെ എന്നിട്ട് പോലും ഈ ഒരു കുത്തൊഴുക്കിനെ അല്ലെങ്കിൽ കൂട്ടരാജിക്ക് തടയിടാൻ ഇവിടെ BJPയിലെയും മുതിർന്ന നേതാക്കൾ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചിട്ടും കാര്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ BJPക്ക് അവിടെ കോട്ടമുണ്ടാകുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ആ ഒരു ആശങ്ക കൃത്യമായി അവർ ഉള്ളിൽ കരുതുകയും ചെയ്യുന്നുണ്ട്. ആ രീതിയിലാണ് തെരഞ്ഞെടുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും. ഈ പറഞ്ഞ ജമ്മു കാശ്മീരിനെ ചതിക്കാനുള്ള ഈ ഒരു നിയമ ഭേദഗതി അവരുണ്ടാക്കി വെച്ചിട്ടുള്ളതും. ഇനി നമുക്ക് ഹരിയാനയിലെ കാര്യങ്ങൾ നോക്കുക. ഹരിയാനയിലേക്ക് പോയി കഴിഞ്ഞാൽ ഹരിയാനയിൽ സത്യം പറഞ്ഞാൽ BJP ഏറ്റവും കടുത്ത സമ്മർദ്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവിടെ ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഒക്ടോബർ മാസം 5-ാം തീയതിയാണ് അവിടെ ആ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ഒറ്റഘട്ട തെരഞ്ഞെടുപ്പും പിന്നെ ഒക്ടോബർ 8-ാം തീയതി ആകുമ്പോൾ അവിടുത്തെ ഫലം പുറത്തു വരികയും ചെയ്യുന്നു. അപ്പോൾ ഈ 2 ദിവസങ്ങളിലും വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം ശക്തമായൊരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട് ഹരിയാനയിൽ BJPയെ സംബന്ധിച്ചിടത്തോളം.
എവിടെ ബി ജെ പി എങ്ങനെയാണ് പരാജയ ഭീതി മണക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ബി ജെ പി കഴിഞ്ഞ കാലഘട്ടത്തിൽ കഴിഞ്ഞ ഈ പറയുന്ന 10 വർഷം കൊണ്ട് കർഷകരെ കുത്തുപാള എടുപ്പിച്ചു, അവരെ ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തിച്ചു, ആത്മഹത്യ ചെയ്യിച്ചു. എന്നിട്ട് കങ്കണ റണാവത്തിനെ പോലുള്ള ഒരു നേതാക്കന്മാരെ കൊണ്ട് എം പിമാരെ കൊണ്ട് അനാവശ്യം പറയിച്ചു. അവർ ഇവിടെ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്നും അവർ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നുവെന്നും അവർ മൃതദേഹങ്ങൾ കെട്ടിത്തൂക്കിക്കൊണ്ടിരിക്കുന്നുവെന്നും ഒക്കെയുള്ള രീതിയിൽ അവരെ കർഷകരെ മോശമായി പരാമർശിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ കങ്കണ റണാവത്തിനെ പോലെയുള്ള ഒരു എം പിയെ കൊണ്ട് പറയിച്ചു. ഇതിലേക്ക് ഈ പറയുന്ന കർഷകരെ വിമർശിക്കാൻ കങ്കണ റണാവത്തിന് എന്താണ് അർഹത? നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും എന്ത് അർഹതയാണുള്ളത്. ഒരർഹതയുമില്ല. എന്നിട്ടും അതിനെല്ലാം ഒപ്പം നിന്നത് ബി ജെ പി ആണ്. അവിടെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ വേറൊരു പ്രശ്നം നിൽക്കുന്നത്, അവിടെ നമുക്കറിയാം വിനേഷ് ഫോഗട്ടിനെ പോലെ ഗുസ്തി താരങ്ങളുള്ള ഒരു നാടാണ് ഹരിയാന. വിനേഷ് ഫോഗട്ടിനെ റോഡിലിട്ട് പട്ടിയെ പോലെ വലിച്ചിഴച്ചത് നമ്മൾ മറന്നിട്ടില്ല, ഹരിയാനക്കാർ മറക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ ഈ കർഷക സമരത്തെ കാണിച്ച ഈ ഒരു പ്രശ്നങ്ങളും ഗുസ്തി താരങ്ങളോട് കാണിച്ച അനീതിയും എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ജാട്ട് എന്ന് പറയുന്ന അവിടുത്തെ പ്രബല സമുദായം ബി ജെ പിക്ക് എതിരായി നിൽക്കുകയാണ്. ഈ എതിർപ്പ് ഗുണം ചെയ്യുന്നത് കോൺഗ്രസ് പാർട്ടിക്കാണ്. കർഷക സമരങ്ങളെ കോൺഗ്രസ് വളരെയധികം അനുഭാവത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. നമുക്കറിയാവുന്ന പോലെ വിനേഷ് ഫോഗട്ട് ഒരു ഘട്ടത്തിൽ അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് അവർ ഹരിയാനക്കാർ. അപ്പം ഈ ജാട്ട് സമുദായത്തിൽപ്പെട്ട ആൾക്കാരുടെ പൂർണ്ണമായ പിന്തുണ കോൺഗ്രസിന് അവിടെ ലഭിക്കുകയാണ്. അതോടുകൂടി ബി ജെ പി കഴിഞ്ഞ 10 വർഷമായി കൊണ്ടു നടക്കുന്ന ഹരിയാന എന്ന് പറയുന്ന സംസ്ഥാനം അവർക്ക് നഷ്ടപ്പെടുകയാണ്. ഇങ്ങനെ ഒരു വലിയ കളി അവിടെ നടക്കാൻ പോവുകയാണ്. എങ്ങനെ ബി ജെ പി കഴിഞ്ഞ 10 വർഷമായി അവിടെ പിടിച്ചു നിന്നു? ഈ പറയുന്ന JJP എന്ന് പറയുന്ന ഒരു സമുദായമുണ്ട്, അല്ലെ ഒരു രാഷ്ട്രീയ കക്ഷിയുണ്ട്. അപ്പം ഈ JJP, അതായത് ജനനായക് ജനതാ പാർട്ടി എന്ന് പറയുന്ന JJP 10 സീറ്റിലാണ് കഴിഞ്ഞ ഇതിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടുണ്ടായിരുന്നത്. ആ 10 സീറ്റിന്റെ പിന്തുണ ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്നു, ബി ജെ പിക്ക് കൊടുത്തിരുന്നു അവിടെ ഭരിക്കാൻ വേണ്ടിയിട്ട്. ആ സാഹചര്യത്തിൽ ഇപ്പോൾ ഇത്രയും കർഷകർക്കെതിരായി നടക്കുന്ന പ്രശ്നങ്ങളും ജാട്ട് സമുദായം പിൻവലിഞ്ഞതോടുകൂടി ഈ JJP ഈ പിന്തുണ പിൻവലിച്ചിരിക്കുന്നു. അതായത് ബി ജെ പി ആയിട്ട് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ അലയൻസും JJP ഒഴിവാക്കുകയാണ്. കാര്യം അവർക്ക് പിന്തുണ, ജാട്ട് സമുദായത്തിൽ നിന്നുള്ള പിന്തുണ അവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ആ സാഹചര്യം അവർ മനസ്സിലാക്കിക്കൊണ്ട്, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിലവിലുള്ള ആ 10 സീറ്റുകൾ പോലും ഇവർക്ക് ലഭിക്കാത്ത, ഈ ഹരിയാനയിൽ ബി ജെ പിക്ക് ലഭിക്കാത്ത ഒരവസ്ഥ വരും. അവർ മിക്കവാറും കോൺഗ്രസുമായി ഒരു സഖ്യം രൂപീകരിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജമ്മു കാശ്മീരിൽ കോൺഗ്രസ് അവിടെ നാഷണൽ കോൺഫറൻസും തമ്മിൽ ഒരു അലയൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജമ്മു കാശ്മീരിൽ അതിൽ 32 സീറ്റ് കോൺഗ്രസും 51 സീറ്റ് നാഷണൽ കോൺഫറൻസുമാണ്. അതിലൊരു സീറ്റ് അവിടുത്തെ പറയുന്ന CPIക്ക് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സീറ്റിൽ അവിടെ പാന്തേസ് പാർട്ടിയും മത്സരിക്കുന്നുണ്ട്. അതായത് ഇന്ത്യ എന്ന് പറയുന്ന മുന്നണിക്കകത്ത് തന്നെ, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന അവിടെ ഒരു സർക്കാർ രൂപീകരിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ ജമ്മു കാശ്മീരിൽ സംഭവിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 32 സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുന്നു, 51 സീറ്റിൽ നാഷണൽ കോൺഫറൻസ് അവിടെ മത്സരിക്കുന്നു. ഇവർ തമ്മിലൊരു സഖ്യമുണ്ട്. നാഷണൽ കോൺഫറൻസും ഈ പറയുന്ന കോൺഗ്രസും തമ്മിൽ നല്ല ശക്തമായൊരു സഖ്യമാണ് അവിടെ നടക്കുന്നത്. അവിടെ ഇപ്പോൾ CPI മത്സരിക്കുമ്പോൾ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും CPIക്കാരനായ ഒരാൾക്കും പിന്തുണ നൽകുന്നുണ്ട്. അതുപോലെ പാന്തേസ് പാർട്ടി മത്സരിക്കുമ്പോൾ പാന്തേസ് പാർട്ടിക്ക് കൊടുക്കുന്ന ആ ഒരു സീറ്റിലും ഈ പറയുന്ന എല്ലാ പാർട്ടികളും പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടുകൂടി അവിടെ ഒരു മുന്നണി ശക്തമായ നിലയിൽ രൂപം കൊള്ളുവാനുള്ള എല്ലാ സാധ്യതയും ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇതിനെല്ലാം എതിരായി BJPയെ പൂട്ടാനുള്ള എല്ലാ വഴികളും അവർ ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾക്കും യാതൊരു മാറ്റം, ഹരിയാനയിലും കാര്യങ്ങൾക്കും മാറ്റം സംഭവിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഹരിയാനയിൽ ഇനി വരാൻ പോകുന്നത് ഒരു വലിയ മുന്നേറ്റമായിരിക്കും. അതായത് JJP എന്ന് പറയുന്ന ജനനായകൻ ജനതാ പാർട്ടിയും അതോടൊപ്പം തന്നെ കോൺഗ്രസ് പാർട്ടിയും അതിശക്തമായ നിലയിലേക്ക് ജാട്ട് സമുദായത്തിന് വേണ്ടപ്പെട്ടവരെ ഇറക്കിക്കൊണ്ട്, ജാട്ട് സമുദായത്തിന് കൂടുതൽ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട്, കർഷക സമരത്തിന് കൂടുതൽ അനുഭാവം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവരിവിടെ മത്സരിക്കുമ്പോൾ അത് BJPക്ക് ശക്തമായ ഒരു എതിർചേരിയായി മാറും. BJPക്ക് അവിടെ പിടിച്ചിരിക്കാൻ പറ്റില്ല. കാര്യം അവിടെ ഭരണവിരുദ്ധ വികാരമുണ്ട്. ലാൽ ഖട്ടറെ അവിടെ നിന്ന് പുറത്താക്കിക്കൊണ്ട് പകരം സൈനിയെ അവിടെ കൊണ്ടുവന്ന സമയത്തും ഇവിടെ ഈ ഭരണവിരുദ്ധ വികാരം അവിടെ തന്നെയുണ്ട്. കാര്യം സൈനിക്ക് ഭരണ മികവില്ല.
മുൻപ് ഭരിച്ചുള്ള പരിചയമില്ല. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെയും ഭരണവിരുദ്ധ വികാരത്തിന് മാറ്റമൊന്നും കൊണ്ടുവരാൻ BJP കഴിഞ്ഞില്ല. മുഖ്യമന്ത്രിയെ മാറ്റി നോക്കി, എന്നിട്ടും രക്ഷയില്ല. അപ്പം ഇനിയും ഈ തരത്തിലുള്ള BJP അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് വീണ്ടും വീണ്ടും പരിഹാരമില്ലാതെ പോവുകയാണ്. കർഷക സമരങ്ങളെ കൊടൂരമായ അടിച്ചമർത്തതിന് വേണ്ടി, കർഷകരുടെ ക്ഷേമത്തിന് വേണ്ടി അവിടെ സ്ഥാപിച്ച ഹരിയാനയിലെ കമ്പനിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഡ്രോണുകൾ പോലും കർഷക സമരത്തെ അടിച്ചമർത്താൻ വേണ്ടിയാണ് അവർ ഉപയോഗിച്ചത്. അതായത് അവരുടെ മേലെ ഷെല്ലാക്രമണം നടത്തുന്നതിന് വേണ്ടിയിട്ടും ഗ്രനേഡുകൾ എറിയുന്നതിന് വേണ്ടിയിട്ടുമാണ് ആ പറയുന്ന കർഷകർക്ക് വേണ്ടി രൂപീകരിച്ച ഡ്രോണുകൾ, അല്ലെ രൂപകൽപ്പന ചെയ്ത ഡ്രോണുകൾ അവിടുത്തെ പോലീസ് ഉപയോഗിച്ചത്. എന്ന് വെച്ചാൽ തീർത്തും കർഷകരെ മനുഷ്യത്വരഹിതമായി പീഡിപ്പിക്കുക, ഉപദ്രവിക്കുക, ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിരുന്നു അവിടെ സൈനിയുടെയും ഖട്ടറിൻ്റെയും ഒക്കെ മന്ത്രിസഭ അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ഇതെല്ലാം മനസ്സിലാക്കുമ്പോൾ തീർച്ചയായും ജമ്മു കാശ്മീരിലെയും ഹരിയാനയിലെയും കൂടി തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ പറയുന്ന രണ്ട് പ്രദേശങ്ങളിലും BJP എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി നാമാവിശേഷമാകും. അതോടൊപ്പം തന്നെ അവിടേക്ക് കോൺഗ്രസ് പാർട്ടിയുടെ ശക്തമായ ഒരു തിരിച്ചുവരവും നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് ഇനി വരാൻ പോകുന്ന ആ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ ആകെ ഫലം.